Hi Joss, welcome back to Zalem Learning for Team Izada. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസിലെ സെക്ഷൽ ആൻഡ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി നിങ്ങൾക്ക് 10th CBSE തന്നെ പോകുമ്പോൾ വളരെയായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. നിങ്ങൾ മറന്നു പോകാനേ പാടില്ല. 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പഠിക്കാനുള്ളതാണ്. സോ റീപ്രൊഡക്ഷനിൽ ആദ്യം തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അറിയാം 2 പാരന്റ് ആണ് അവിടെ ഇൻവോൾവ് ആകുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടാകും. ഇത് രണ്ടും കൂടെ ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകും. അതിൽ നിന്ന് എംബ്രയോ ഡെവലപ്പ് ചെയ്ത് ബേബി ഉണ്ടാവുകയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറയുന്നത്. സോ ഹിയർ നമ്മൾ പറഞ്ഞു which involve 2 parents give rise an offspring. അതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് ഡിഫറെന്റ് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓർഗൻസ്. അവർക്ക് പ്രത്യേകം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാകും. ആൻഡ് ദീസ് ഓർഗൻസ് പ്രൊഡ്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് വിച്ച് ഫ്യൂസ് ടുഗെദർ ടു ഫോം ഓഫ്സ്പ്രിങ്സ്. അല്ലെ, പുതിയ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നു. ആൻഡ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം ബോത്ത് പാരന്റ്സ് ഈസ് ഇൻഹെറിറ്റഡ്. ഫാദറിന്റെയും മദറിന്റെയും ജനറ്റിക് ഇൻഫർമേഷൻ കുട്ടിയിലേക്ക് പോകുന്നുമുണ്ട്. അതാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഹ്യൂമൻസ് പറയാവുന്നതാണ്. ഇനി അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലോ അവിടെ ഓൺലി എ സിംഗിൾ പാരന്റ്, ഒരൊറ്റ പാരന്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരൊറ്റ പാരന്റ് ആണുള്ളത്. അത് നേരെ ഡിവൈഡ് ചെയ്ത് പുതിയ ഓർഗാനിസം ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ദേ ആർ മേക്കിംഗ് എക്സാക്ട് കോപ്പീസ്. പാരന്റിന്റെ അധികം എക്സാക്ട് കോപ്പീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദർ ഇസ് നോ മിക്സിംഗ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. ആൻഡ് എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത് ബഡ്സ് ഇൻ ഹൈഡ്ര എന്ന് പറയുന്നത് കേട്ടോ. ഹൈഡ്രയിൽ കാണുന്ന ബഡ്സ്, ബാക്ടീരിയയിൽ കാണുന്ന ഫിഷൻ ഒക്കെ എന്താണ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. നമുക്ക് സിലബസിൽ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് സിംഗിൾ സെൽ ഓർഗാനിസം ഡിവൈഡ് ഇൻ ടു. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഈസ് ഫോളോഡ് ബൈ ഡിവിഷൻ ഓഫ് അതർ സെൽ. അതായത് ഇവിടെ നമ്മുടെ അടുത്ത് ഒരു സെൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു ബാക്ടീരിയ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോഴോ ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് സെല്ലും ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ലാസ്റ്റ് എന്താകും, പുതിയ രണ്ട് സെല്ലുള്ള ഓർഗാനിസമായി മാറും. അതത് പുതിയ ഓർഗാനിസമാണ്. കോമൺ ആയിട്ട് ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസംസിലാണ് നടക്കുന്നത്. സോ 2 cells, ഇവിടെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. 2 cells ആർ പ്രൊഡ്യൂസ് ഫ്രം 1 പാരന്റ് സെല്ലാണ്. അപ്പോൾ അമീബയിൽ കാണാം ദേ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ വിച്ച് ഇസ് ഡിവൈഡ് ഇൻ ടു 2 cells. ഇവിടെ കണ്ടോ അമീബയിലും ബാക്ടീരിയയിലും ഒക്കെ ആദ്യം ഒരു സെല്ലുണ്ട്, അതിൻ്റെ ഉള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഡിവൈഡ് ചെയ്യുക. ആ ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്തിട്ട് ഓർഗാനിസം കൂടെ ഡിവൈഡ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഇവിടെ മിസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അമീബയുടെ എക്സാമ്പിൾ ആണ്. ബാക്ടീരിയയിൽ ന്യൂക്ലിയസ് ഉണ്ടാവില്ല, ഇതുപോലത്തെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകും. അതിങ്ങനെ പകുതി മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി if one parent cell give rise to many daughter cells, this type of division is called multiple fission. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെല്ലുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഓരോരോ പുതിയ കുറേ സെല്ലുകൾ ഉണ്ടാവും. എന്നിട്ടോ അത് പുതിയ കുറേ ഓർഗാനിസമായിട്ട് ഇതുപോലെ മാറുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഒറ്റ ഡിവിഷനിൽ തന്നെ നടക്കുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസം ഡിവൈഡ് ചെയ്ത് 2 പുതിയ ഓർഗാനിസം ആവുകയാണെങ്കിൽ അതെന്താ ബൈനറി ഫിഷൻ. ഒരു ഓർഗാനിസം ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടായി അത് മൾട്ടിപ്പിൾ ഓർഗാനിസം ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഫിഷൻ. രണ്ടാമത്തെ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്ന ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. എ ബഡ് സ്റ്റാർട്ട് ആസ് ആൻ ഔട്ട്ഗ്രോത്ത് ഓഫ് പാരന്റ് ബോഡി. ഇതിപ്പം ഒരു ഈസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഈസ്റ്റിന്റെ മേലെ ചെറിയൊരു ബഡ് ഫോം ചെയ്യും. ആസ് ദിസ് ബഡ് ഗ്രോ ഇറ്റ് ബിക്കംസ് ന്യൂ ഇൻഡിവിജ്വൽ ഓർഗൻ. ഈ ബഡ് പിന്നെ ഗ്രോ ചെയ്ത് വലിയ ഒരു ബഡായിട്ട് മാറും. അപ്പോൾ അതെന്തായി പുതിയ ഓർഗാനിസമായി മാറി. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇവിടെ കാണിച്ചാൽ ഹൈഡ്രേൻ്റെ കേസ് എടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒരു ചെറിയ ബഡ് ഫോം ചെയ്തു. ആ ബഡ് പിന്നെ പയ്യെ ഗ്രോ ചെയ്യും, അങ്ങനെ പുതിയൊരു ഹൈഡ്ര ആയിട്ട് മാറുന്നു. ഇതുപോലെ ആ ബഡ് പുതിയ എൻറ്റയർ ഓർഗാനിസമായി മാറുന്നു. അതിനെയാണ് നമ്മൾ ബഡ്ഡിങ് എന്ന് പറയുന്നത്. സോ ഇൻ സം ബോഡീസ് ബഡ് റിമെയിൻ അറ്റാച്ച് ടു പാരന്റ് ബോഡി. ഇപ്പോൾ ഈസ്റ്റിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിൻ്റെ മേലെ തന്നെ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അല്ലാത്ത കേസിൽ ഡിറ്റാച്ച് ഫ്രം പാരന്റ് ബോഡി ഡെവലപ്പ് ഇൻ ടു കംപ്ലീറ്റ് മെച്ചർ. അതിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് അത് പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്ന കേസ് നമുക്ക് ഹൈഡ്രയിൽ കാണാൻ പറ്റും. അതും ഒരു മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ബഡ്ഡിംഗ്. ഇവിടെ കാണുന്നതാണ് എന്ത് ബഡ്ഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ആൻഡ് അസെക്ഷലും സെക്ഷലും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ബഡ്ഡിങ്ങും അതുപോലെ തന്നെ ഫിഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. എക്സാമ്പിൾസ് വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ മക്കളെ. ബൈ.